ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ചോപ്പ് സ്റ്റിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഈ ഒരു 2 ചോപ്പ് സ്റ്റിക്ക് കൊടുക്കണം. 2 എണ്ണവും ഒരേ സൈസിലും ഒരേ വലുപ്പത്തിലും ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇതെവിടെയെങ്കിലും നിലത്ത് വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് രണ്ടും കൂടെ ഇതേപോലെ ലെവൽ ചെയ്യാം. ഈ അടിഭാഗവും ഈ ഇവിടുത്തെ ഭാഗവും ഇതേപോലെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാകും. പിന്നെ നമ്മൾ ഈ ഒരു വരലും ഈ ഒരു വരലും ഈ ഒരു വരലും ഈ ഒരു വരലും ഉണ്ടോ ഇതിനെ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അളവെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് ഇതേപോലെ കാണിക്കുന്നത് വെറുതെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വിരലെടുത്തിട്ട് ഈ ഒരു വയ്ക്കണം. രണ്ടാമത്തെ വിരലെടുത്തിട്ട് ഇവിടെ വയ്ക്കണം. മൂന്നാമത്തെ ഈ ഒരു വിരലെടുത്തിട്ട് ഇതേപോലെ ഇവിടെ വയ്ക്കണം. പിന്നെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു വിരലെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ ഈ രണ്ടാമത്തെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് വയ്ക്കാം. എന്നിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്യാം. ഇനി ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞ് സാധനം എടുത്തിട്ട് ഇതിൽ വെച്ച് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് കാന്താരിയുടെ മുളകാണ് ഇപ്പം എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ ഇതേപോലെ എടുക്കണം. ആദ്യമൊക്കെ ഇച്ചിരി പാടുണ്ടാവും, പിന്നെ ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടേ, ഇതുപോലെ ഞാൻ നമ്മുടെ അക്ഷരം ഇതേപോലെ തന്നെ ഈ ഒരു കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യണം. നല്ല സെറ്റ് ആവുള്ളൂ കൈ. ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സാധനം ഇതേപോലെയാണ് മെത്തേഡെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.